പാളയമ്പലിൻ്റെ ചുമരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ മോരുവെള്ളം വിതരണം ചെയ്തിരുന്ന ഒരു കാലുണ്ടായിരുന്നു. ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ, ആചാരങ്ങൾ ഒക്കെ കേരളം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതൊരു മതസാഹോദര്യത്തിൻ്റെ പ്രതീകം കൂടിയായിട്ടാണ്. അങ്ങനെ ഒരു മതസാഹോദര്യത്തിൻ്റെ കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നേരത്തെ ഇമാമിനോട് സംസാരിച്ചപ്പോൾ ഇമാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെയാണ് ഒരു വിദ്വേഷത്തിലേക്കൊക്കെ പോകാനുള്ളൊരു നീക്കം നടക്കുന്നതിനിടയിലാണ് നമ്മൾ ഇത്തരം ആഘോഷങ്ങളെ ഒത്തൊരുമയോടെ കൊണ്ടാടുന്നത്? നമുക്കറിയാം, ലോകം വലിയ യുദ്ധത്തിൻ്റെ ഭീഷണിയിലാണ്. നമ്മുടെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെ അവരുടെ നേരം വെളുക്കുന്നത് വളരെ ഭീതിയോടുകൂടിയാണ്. ആ സമയത്താണ് നമ്മൾ ഇവിടെ ഈ മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ, പ്രത്യേകിച്ചും ഏഷ്യയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന ഒരു ആത്മീയ ദിവസം, അന്ന് മാത്രമേ നമുക്ക് പൊങ്കാലയെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ. ലക്ഷക്കണക്കിനായിട്ടുള്ള സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, അവരെ ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും കൂടി ചേരുമ്പോൾ അത് വലിയ ആളുകളുടെ ഒരു ജനനിബിഡമായ കൂട്ടായ്മയായിട്ട് മാറുന്നു. ഈ പൊങ്കാലയിടുന്ന സ്ത്രീകൾ, സഹോദരിമാരായ ആളുകൾ ഇവിടെ ഈ വെയിലത്തിരുന്നിട്ട് ഈ കാര്യം പ്രത്യേകിച്ചും ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ദൈവത്തോടുള്ള വലിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ലോകത്തിൻ്റെ സമാധാനമായിട്ട് വരണമെന്നാണ് ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം. കഴിഞ്ഞ ദിവസം ഇമാമിൻ്റെ ഒരു പ്രസ്താവന കേരളത്തിൽ വലിയ തരംഗമായി, കേരളത്തിലെന്നുള്ളതല്ല, മലയാളികൾ ലോകത്തെവിടെയുണ്ടോ അവിടെയെല്ലാം വളരെ വലിയ തരംഗമായിട്ട് മാറുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഞാനത് കഴിഞ്ഞതിന് ശേഷം കണ്ണൂരിലും കാസർഗോഡും ഒക്കെ 1-2 പരിപാടികളിൽ പങ്കെടുക്കുവാനായിട്ടൊക്കെ പോയ സമയത്ത് അവിടെയെല്ലാം വലിയ ചർച്ചയെന്ന് പറയുന്നത് ആ പ്രസ്താവനയെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും വിവിധ മതങ്ങളിലുള്ള ആളുകൾ മറ്റൊരു മതത്തെ ബഹുമാനിക്കുക, പ്രത്യേകിച്ചും നൊയമ്പ് കാലമെന്ന് പറയുന്നത് ഏറ്റവും വ്രതനിഷ്ഠമായിട്ടുള്ള കാലമാണ്. കടുത്ത വ്രതമാണ് ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ സമയത്തെടുക്കുന്നത്. എന്നാൽ തങ്ങൾ വിശപ്പോടുകൂടി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വിശപ്പിനെ അടക്കി നിൽക്കുന്ന സമയത്ത് മറ്റൊരു മതത്തിൻ്റെ ഒരു ആഘോഷം, ഹിന്ദു മതത്തിൻ്റെ സഹോദരിമാർ എല്ലാവരും ഇവിടെ എത്തിച്ചേരുമ്പോൾ തങ്ങൾ ഉണ്ടില്ലെങ്കിലും തങ്ങൾ കുടിച്ചില്ലെങ്കിലും തങ്ങളുടെ ദാഹം തീർത്തില്ലെങ്കിലും അവർക്ക്, മറ്റുള്ളവർക്ക്, ഇവിടെ വരുന്ന ആളുകൾക്ക് ആഹാരവും വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കാനായിട്ട് ഒരു മതത്തിൻ്റെ പ്രബോധനമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മത മേലധ്യക്ഷൻ്റെ പ്രബോധനമുണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന വലിയ സന്ദേശമെന്ന് പറയുന്നത് ലോകത്തിന് വലിയ ശാന്തിയാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് ഈ പൊങ്കാല ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നു. ബിലീവേഴ്സിൻ്റെ തിരുമേനിയുണ്ട്, അതുപോലെ ആക്സ് എന്ന ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ്മയുണ്ട്, കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മകളായിട്ടുള്ള മറിയ ഉമ്മനുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ, മാധ്യമപ്രവർത്തകരുണ്ട്, സാജൻ ഉൾപ്പെടെയുള്ള ഒക്കെ ആളുകളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് നിന്ന് സമൂഹത്തോട് സംവദിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം, കേരളത്തിൻ്റെ നമ്മുടെ ഒരു സൗഹൃദം അത് ഒരു കാലത്തും കെട്ടുപോകില്ല എന്ന ഉള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരുമിച്ചുള്ള കാഴ്ച. തീർച്ചയായും ഞാൻ ഈ തിരുവനന്തപുരത്ത് വരുന്നത് മുതൽ തന്നെ ഗുരുരത്ന ജ്ഞാനതപസ്യയുമായിട്ടുള്ളൊരു സൗഹൃദമുണ്ട് എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ ഈ ശാന്തി സമിതി എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് സുഗതകുമാരി ടീച്ചറും സുസൈപാക്യം പിതാവും എല്ലാവരും ചേർന്നുകൊണ്ടുള്ളൊരു കൂട്ടായ്മയാണ്. അന്ന് ഈ പൊങ്കാലയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പാളയത്ത് കത്തീഡ്രലിൽ ഈ മോരുവെള്ളം കൊടുക്കുന്ന, റമദാനിലൊന്നുമല്ല, അല്ലാത്ത കാലങ്ങളിലാണ്. അപ്പോൾ കത്തീഡ്രലിൽ മോരുവെള്ളം കൊടുക്കുന്ന ഒരു കൂട്ടായ്മ, അത് ഈ ശാന്തി സമിതിയുടെ നേതൃത്വത്തിലാണ് നടന്നിരുന്നത്. അങ്ങനെ ഒരിക്കൽ നമ്മുടെ സുഗതകുമാരി ടീച്ചറും സുസൈപാക്യം പിതാവും ഇങ്ങനെ മോരുവെള്ളം കൊടുക്കുമ്പോൾ അവർ കുറച്ച് മുതിർന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് കുറച്ച് അകലം പാലിച്ച് നിൽക്കുമ്പോൾ നിങ്ങളാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ ചേർത്ത് നിർത്തി അങ്ങനെ മോരുവെള്ളം കൊടുത്ത ഒരു കാലം ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്വാമിജിയൊക്കെ വന്നുകൊണ്ട് പാളയം പള്ളിയുടെ ചുമരിനോട് ചേർന്ന്, ഗുരുരത്ന സ്വാമി എല്ലാം ചേർന്ന് പാളയമ്പലിൻ്റെ ചുമരിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ മോരുവെള്ളം വിതരണം ചെയ്തിരുന്ന ഒരു കാലുണ്ടായിരുന്നു. അതൊക്കെ അപ്പോൾ അത് പിന്നെ ഈ ശാന്തി സമിതി കുറച്ചങ്ങോട്ട് നിർജ്ജീവമായപ്പോൾ, സുഗതകുമാരി ടീച്ചറുടെയൊക്കെ വിയോഗത്തിന് ശേഷം നിർജ്ജീവമായപ്പോഴും ഞാനും സ്വാമിജിയും അതുപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ സിൽവാനിസ് തിരുമേനിയൊക്കെ എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ആക്സ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ മറിയ ഉമ്മൻ വനിതകളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ആക്സിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി, സ്ത്രീ പുരുഷ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ട് ഈ ആക്സ് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആക്സിൻ്റെ നേതൃത്വത്തിലാണിപ്പോൾ ഇന്ന് ഇവിടെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ മുറ്റത്ത് ഈ പറയുന്ന പൊങ്കാലയ്ക്ക് വരുന്ന സഹോദരിമാർക്ക് പ്രത്യേകമായ വരവേൽപ്പ് നൽകുന്നത്, മെഡിക്കൽ സൗകര്യങ്ങളടക്കം നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഏതായാലും ഇത്തരം കൂട്ടായ്മകളൊക്കെ എന്നും നിലനിൽക്കട്ടെ. ഇതാണ് നമ്മുടെ നാടിൻ്റെ ശക്തി എന്ന് പറയുന്നത്. എന്താണ് പറയാനുള്ളത്? നമ്മുടെ
ഒരു ഐക്യം ഒന്നുകൂടി ഉറപ്പിക്കേണ്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതെ അതെ, അതായത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ ഭീതി ജനങ്ങളിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. മാത്രമല്ല മതസൗഹാർദ്ദത്തെ ഇല്ലാതാക്കുന്ന ഒത്തിരി വിധ്വംസ പ്രവർത്തികൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സ്വാമി ഗുരുരത്ന ജ്ഞാന തപസ്വിയും പാള ഇമാമും ഒക്കെ ഈ തലസ്ഥാന നഗരയുടെ ആത്മീകതയുടെ അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകങ്ങളാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ ആ ഒരു പ്രതീകത്തിൻ്റെ ഭാഗമായി എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും വിശ്വാസത്തിൻ്റെയും മതത്തിൻ്റെ വേലിക്കെട്ടുകളുടെയൊക്കെ അപ്പുറത്താണ് മനുഷ്യത്വം എന്നുള്ളത് മനസ്സിലാക്കുവാനും കൂടിയാണ്. തീർച്ചയായിട്ടും സേവനങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ആശയത്തിൻ്റെയും കൂടെ ആശയം കൂടെ മറ്റുള്ളവർക്ക് നൽകുവാനാണ് ഈ കൂട്ടായ്മകൾ കൊണ്ട് ഞങ്ങൾ സാധിക്കുന്നത്. അതിന് മുഖാന്തരമായിരിക്കുന്ന ആക്സ് തുടങ്ങിയ സംഘടനകൾ, മറ്റുള്ള പല സംഘടനകൾ ചേർന്ന് ഒന്നിച്ചാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇവരെയൊക്കെ കൂട്ടിയോജിപ്പിച്ചൊരു മതേതരത്വത്തിനൊരു പ്രതീകമാക്കി മാറ്റാൻ കഴിഞ്ഞു. അത് മറിയ ഉമ്മൻ്റെ പങ്ക് കുറച്ച് വലുതാണെന്നാണ് ഇവർ പറയുന്നത്. ഞാൻ ഇവരുടെ ഭാഗമായി ഇതിനോടൊപ്പം സഹകരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതിലുള്ള സന്തോഷവുമുണ്ട്. എന്തായാലും മതേതരത്വത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് അത് കേരളത്തിന് കൈമോശം വരില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ആറ്റുകാൽ പൊങ്കാലയും ഇവരുടെയൊക്കെ കൂട്ടായ്മ. ആ സന്തോഷം തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നത്. ബിജു മടവൂരിനൊപ്പം വിജിൻ വായാന്തൂർ, മീഡിയ 1.